റൂമിന്റെ. സ്ക്രീൻ ഷെയർ ഇടയ്ക്കിടയ്ക്ക് ഇത് അടിച്ചു പോകുന്നുണ്ട്, അതാ. ഇപ്പൊ നോക്കി ഇപ്പൊ കുഴപ്പമില്ല. അല്ല, ഇപ്പൊ വീണ്ടും സ്റ്റക്കായി. എന്തോ ഇഷ്യൂ ഉണ്ട്. സ്ക്രീൻ ലൈവില് സീനില്ല, പക്ഷെ സ്ക്രീൻ ഷെയറിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. ഇച്ചാൻ ആ പൂജാമുറിന്റെ അടുത്തുള്ള മുറി പോയി നോക്ക്. ആ ഞാൻ ആ ഒരു മുറി കേറാൻ പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ കുനിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് മറ്റേ നിലവറയുടെ ഇറങ്ങിയെടുക്കാൻ. ആ മുറിയിലും എല്ലാം കൊണ്ടു കൊടുത്തു നോക്ക്. അവിടെ എല്ലാം ഇട്ട് നോക്ക്. ഈ അവിടെ ഒരു ലെറ്റർ കിടക്കുന്ന ചായ താഴെ. ഇല്ല ഇച്ച ആ കേറി വന്ന ഡോറിന്റെ അവിടെ ഒരു ലെറ്റർ കിടക്കുന്ന താഴെ. അതൊന്നും എടുത്ത് വായിച്ചു നോക്ക്. ബോള് പോയാ അവൻ ഉറങ്ങില്ല. അമ്പോ ഏതോ കൊല്ലടിയുടെ പന്താണ് കേട്ടാ. അലമാര എന്താണ് അലമാര കൂട്ടിയിരിക്കുകയാണ്. ആ പന്ത് ഈ മുറിയിൽ തിരികെ എത്തിയാൽ മാത്രമേ അത് തുറക്കൂ എന്നതാണ് അവൻ പറയുന്നത്. അവൻ എനിക്ക് അവനാണ് ഈ മനസ്സിലായത്. അവനാണ് അവളാണത്. ഇത് കുടുംബത്തോടെ ഉള്ള പ്രേതങ്ങളാണെന്ന് തോന്നിട്ട് കേട്ടാ ചായ. ഡൊമിനിക്കേ, ഞാനിപ്പോ എന്താണ് ഈ പന്തെടുത്ത് അവന് കൊണ്ട് കൊടുക്കണോ? അല്ല, ആ റൂമിൽ കൊണ്ട് എത്തിച്ചാ മതി. അലമാര തുറക്കോളൂ. ഞാൻ ഈ പന്തെടുത്ത റൂമിലാ. ഇപ്പൊ ഇച്ചേന് ആ പന്ത് എടുത്തോണ്ട് ഇപ്പൊ ഈ റൂമിൽ വന്ന് ആ അലമാര തുറക്കാൻ പറ്റുന്നില്ലായിരുന്നല്ലോ. അപ്പൊ പന്ത് ഇവിടെ കൊണ്ടിടണോന്ന് തോന്നുന്നു. നീ വെച്ചോ, എന്റെ പന്തല്ലേ. എന്നിട്ട് അലമാര തുറന്നു നോക്കി ചായന്. തുറന്നു നോക്കി ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു ഇച്ച അവൻ കടയടി മോൻ. അവന്റെ പന്ത് മുഞ്ചിയല്ലേ അവൻ എനിക്ക് തിരക്കുള്ളൂ കേട്ടാ. 6 മൈല് ഒരു തവണോട് കിട്ടി. ഞാനിപ്പോ തിരിയുമ്പോ അരണാക്കിൽ വന്ന് നിൽക്കൂ. പറയാൻ പറ്റൂല കേട്ടോ അച്ഛ. ആ പന്തെന്താ പാനയെ കിളകുന്ന? ആ പന്ത് ആക്ച്വലി ഒരു കെഴ്സഡ് പന്താണത്. ഇച്ചൻ എപ്പോഴും കറങ്ങിയാ പോണത് കേട്ടോ അച്ഛ. ഇച്ചൻ ആ മുറിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് എടുത്താൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ വെച്ചായിരുന്നു അച്ഛാ അത്. ഇനിയാണ് ഇച്ചാ ഇത് റിയൽ ലൂപ്പ് സ്റ്റാർട്ട്സ്. ഇച്ചാൻ ഇനി ആ സ്റ്റെയർ കയറി മേളിൽ വല്ലതും പോയി നോക്കി നോക്ക്. മേലെ പോയിട്ടൊരു തുറക്കാത്ത ഡോറല്ലേ നീ പറയുന്ന? തുറക്കാത്ത ഡോറല്ല, നമ്മള് ഇച്ചാൻ ഒരു ഏണി കണ്ടില്ലായിരുന്നോ? ഒരു ഏണി തുറക്കാൻ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഏണിയുടെ ചാവി ഇല്ലായിരുന്നല്ലോ. അത് മുകളിലായിരുന്നു. അത് മുകളിലാണ്ടായിരുന്നു തോന്നുന്നു. മേളിലാണോ താഴെയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല. പക്ഷെ ഒരു ഏണി ശ്രദ്ധിച്ചാ മതി. ഞാൻ പോണ വഴിയെല്ലാം കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്തോന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്കിപ്പോ ഗെയിമിന്റെ ഓഡിയോ മാത്രമേ ഉള്ളൂ കയ്യിൽ. ഇച്ചാൻ ഇപ്പൊ ഒരു ഡോറിന്റെ അവിടെ ഒരു മേശ ഇല്ലായിരുന്നു? അവിടെ ഒരു കണ്ണാടി ഇരിക്കുന്ന നോക്കി ഇച്ചാ, അതൊക്കെ എടുത്ത് വെച്ചോട്ടാ. ഇച്ചാന്റെ വാവച്ചിയുടെ കണ്ണാടിയാ അത്. ഇച്ചാൻ ഇനി മുകളില് ഫുള്ളൊന്ന് തപ്പിക്കോ. ഇനി ഒരു ഏണിയുണ്ട്. പക്ഷേ ഇച്ചാൻ നേരത്തെ ഒരു ഏണി കയറി നമ്മളെ ബേസ്മെന്റിലോട്ട് ഇറങ്ങിയില്ലായിരുന്നോ? ആ ഏണിയല്ല, വേറൊരു ഏണിയുണ്ട്. ആ ഏണി നമുക്ക് ഇനി റൂമിന്റെ ഇവിടെ ഫുള്ള് തപ്പണം. ഇച്ച ആ ഏണി പോകുന്നതിന് മുമ്പ് അവിടെയുള്ള ലൈറ്റ് എല്ലാം കത്തിച്ചോണേ. റൈറ്റ് സൈഡിൽ ഒരു ലൈറ്റ് ഉണ്ട്.
അങ്ങനെയല്ല, കണ്ണൊട്ടും കാണൂല. അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും അത് കത്തിച്ചില്ലായിരുന്നു. ഞാൻ കണ്ണില്ലാണ്ടാണ് എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ചത്. ഞാനിനി എന്താ ചെയ്യണ്ടേ? അല്ലല്ല, അവിടെ തന്നെ അല്ലല്ല ആ റൂമിൽ കയറിക്കോ. ആ റൈറ്റ് സൈഡിൽ കണ്ട ഒരു പന്തം കത്തിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ആ പന്തം കത്തിച്ചോ? ആ ഇനി തിരിച്ചിറങ്ങ്. ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഇനി ആ ടോർച്ച് കയറിയെടുത്ത് ആ പന്തം കത്തിച്ചിട്ട് കയറിക്കോ, അല്ലെങ്കിൽ കണ്ണ് കാണത്തില്ല. ഇപ്പൊ അതിന്റെ ഒരു സാമ്പിൾ കിട്ടിയില്ലേ? അങ്ങനെയല്ല, ഏണി കയറുന്ന സമയത്ത് നമുക്ക് ഈ ടോർച്ച് കൈ പിടിക്കാൻ പറ്റത്തില്ല. ഏണി കയറിക്കോ. ഇനി കയറിയ ചാവി വെച്ച് തുറന്നു വെച്ചേ. ഇപ്പൊ കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നില്ലേ? ഞാൻ ഇതുപോലും കാണാണ്ടാണ് ചായ തുറന്നത്. ചാവി എടുക്ക ചായ. ഈ യൂസ് ചെയ്യണം. ടാബ് കുറച്ചും കൂടെ കയറിപ്പോയേ, കുറച്ചുകൂടെ മുകളിലോട്ട് കയറിപ്പോയേ. മൊത്തത്തിലൊന്ന് അതൊന്ന് തുറക്കാൻ നോക്കിക്കോ. അത് തന്നെയാണ് വഴി, പേടിക്കണ്ട. ആ ചാവി എടുത്തില്ലായിരുന്നോ ചായ? നേരത്തെ എടുത്തായിരുന്നല്ലോ. ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് ഒക്കെ യൂസ് ചെയ്ത് പഠിച്ചു നോക്ക്. കേറിയിട്ട് നോ വറീസ്. എന്ത് ക്ലോസ് ആയിരുന്നു? കേറിക്കോ മേളോട്ട് കേറിക്കോ. ടോർച്ച് എടുത്തോ, ഒന്നും പേടിക്കാനില്ല, എല്ലാം സേഫ് ആണ് ചാൻ. ആ ഇനി ഇവിടെ ഫുള്ള് തപ്പിക്കോ. നമുക്ക് ഒരു താമര കൂടെ അല്ലേ ഉള്ളു ചായ. ഇനി എന്തിനാ പേടിക്കാതിരിക്കണേ? ചാൻ ധൈര്യമായിട്ട് പോയി എടുക്ക്. ചാൻ എന്തിരിച്ചാ പേടിക്കണേ? ചേ തറയിലൊക്കെ നോക്കിക്കോണേ. തറയിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കളയാനൊക്കെ കാണും. അതൊക്കെ എടുത്ത് കളഞ്ഞോണം. താമര എടുത്തോ, കുഴപ്പമില്ല. അല്ലല്ല ചേ നേരെ പോയേ. ആ ഫുള്ള് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. അവിടെ എന്തെങ്കിലുമൊക്കെ കാണും എടുക്കാൻ. ഈ വഴി എപ്പോഴും ഓർത്തോണേ. ആ അപ്പൊ ഈ ഷോർട്ട് കട്ട് കിട്ടിയില്ലേ ചേ? ഇനിയിപ്പോ താമര എടുത്ത് അത് വഴി അങ്ങ് ചാടിക്കോ. ചാടിക്കോ. ആത്മവിശ്വാസം. You can. Let's go. So thank you for the experience. First of all, ഞാൻ ഇങ്ങനൊരു മൂഞ്ചലിലോട്ട് ഞാൻ ഇങ്ങനെ കേറാൻ പോവാണ്. അയ്യോ, ഡെവോർ ഒരു അച്ഛ എത്രയും പേടിച്ച് കളിച്ചിട്ടില്ലല്ലോ ചായ. ഇതാണ് ഒറ്റയ്ക്ക് ഹൊറർ കളയും കളിക്കുന്നതിന്റെ ഗുണം. ഓടിത്തുടങ്ങി ഡൊമിനിക്കേ. അത് ഇച്ച ഇന്ന് ഞാൻ സാറി പറയട്ടെ, അത് ഓട്ടമല്ല, പേടിക്കണ്ട. ഇച്ചാന്റെ കൈ ഇരിക്കുന്ന സാധനം തട്ടുന്നതാണ് ആ വരുന്ന വഴിയിലൊക്കെ. അത് കൊണ്ടുപോകുമ്പോ ഇച്ചാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ഇച്ചാ താമര എവിടെ കൊണ്ട് കളഞ്ഞു നിങ്ങള്? നിങ്ങളെ ഏത് വഴി കൂടെ ഓടി വന്ന് താമര കയ്യിൽ നിന്ന് പോയത്? അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നിച്ച ഇച്ചാ, നിങ്ങള് ഇനിയിപ്പോ ആ വന്ന വഴി ഓടിയ വഴി വീണ്ടും വരേണ്ടി വരും കേട്ടോ. അല്ലാണ്ട് സാധനം തപ്പിപ്പിടിക്കാൻ പറ്റൂല ഇനി. ഞാൻ ഒന്ന് ബാക്കടിച്ചു നോക്കട്ടെ ഇച്ച ഏത് വഴി കൂടെ ഓടിയെന്ന്. ആ ഇച്ചാ ഒരു ഫാൻസി ഡോർ കണ്ടില്ലായിരുന്നു? ആ ഡോറിന്റെ അവിടെ ചേട്ടാ കളഞ്ഞു പോയേ. അമ്മ ആ കിച്ചണിലോട്ട് പോകും.
തുറക്കാതെ കടയാടി മോളെ. ഇച്ചായ അത് കുഴപ്പമില്ല, അത് ഇച്ചായന്റെ തോന്നലുകൾ മാത്രമാണ് ഇച്ചായ. എന്തായാലും നമുക്ക് പോവാൻ വേറെ വഴിയില്ല, അത് അങ്ങോട്ട് പോയേ പറ്റൂ. ഇച്ചാൻ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് മാത്രം പോയി നോക്ക്. ഇച്ചാൻ ഓരോ അടികൾ വീതം ചലിച്ചു നോക്കൂ. എന്താ എന്റെ ഫേസ് ഇത്ര വളർത്തിരിക്കുന്ന? ഞാൻ ചെയറിനെ കുറച്ച് ഫീലിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു കസേരന്റെ പീസ് തെറിച്ചു. മുന്നോട്ട് വെക്കോ, നമുക്ക് എന്തായാലും വേറെ അങ്ങോട്ട് പോവാൻ വഴിയൊന്നും ഇല്ലല്ലോ ചായ. ഇനി മറ്റേ ഡോറ് കണ്ടുപിടിച്ച ചാവിയിട്ടങ്ങ് തുറന്നോ. നമ്മള് രണ്ടാമത്തെ നിലയിൽ എത്തിയിട്ടുണ്ട് നമ്മള്. ഇച്ചായന് ഈ റൂം ഓർമ്മയില്ലേ ഇച്ചായന്? ഇച്ചായനൊരു ലിവറൊക്കെ വെച്ച് തുറന്നത്. അല്ലല്ല, ഇത് നമ്മള് ലിവർ വെച്ച് തുറന്ന റൂം ഓർമ്മയില്ല? നമ്മളൊരു ലിവർ ചാമ്പിയപ്പോഴല്ലേ ഈ ഡോർ തുറന്നു വന്നേ. ആരുടെ ലിവർ? ആ ലിവർ അത് പൊറഞ്ഞു കാണേ ചായ, പൊറഞ്ഞു കാണേ. ഞാൻ ഡിസ്കോഡിൽ എല്ലാത്തിനും കിക്ക് ചെയ്യും കേട്ടാ. എല്ലാത്തിനെയും കിക്ക് ചെയ്തോളേ. നിനക്ക് സ്ക്രീൻ ഇല്ലടാ, സ്ക്രീൻ കാണത്തില്ലടാ. ഇച്ചായ മറ്റേ ലിവർ തുറക്കിച്ചായ, ലിവർ എനേബിൾ ചെയ്യും. സ്ക്രീൻ എന്താ കാണാത്ത? ഇച്ചായ പാനിക്കാവില്ലേ? ചിൽ ഓടി പോയാ അവൾ വിളിച്ച് കളി. വേറെ എന്തൊരു പ്രശ്നമില്ല. നമ്മള് 4 താമര വെച്ചില്ലേ, ഇനി നമ്മള് ഡോറ് തുറക്കുമ്പോ നമ്മള് ഇന്ദിര അവിടെ ഇരിപ്പുണ്ട്. ഇന്ദിരനെ കിട്ടും. 4 താമര വെച്ചാ? 4 താമരക്ക് വെച്ചിച്ചേ. വെച്ചല്ലേ മണിച്ചിത്രത്താഴെല്ലോട്ടോടാ പോണത് എനിക്ക്. അത് അല്ല ഇനി മേലേക്ക് പോണ്ടല്ലോടാ. എനിക്ക് വേണ്ട. അവിടെ മറ്റുള്ളവരുടെ മേളിലല്ലോ ഉള്ളത്. മണിച്ചിത്രത്താഴ് മേളിലാണോ? മേളിലാണെന്നാ എന്റെ ഒരു വിശ്വാസം. ഏറ്റവും മേളിലല്ലോ, പക്ഷേ സെക്കൻഡ് ഫ്ലോറിലല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ഫ്ലോറാണ്. ഒരിക്കൽ ഞാൻ എങ്ങനെ ഞെട്ടലേച്ചാ? ഇതൊക്കെ അവളുടെ കുസൃതികളല്ലേ. ഇത് റൂമെല്ലാം പോയി, ഒന്നും ഇല്ല ഇതിന്റെ അകത്ത്. സൂക്ഷിച്ചു നോക്ക്. റൂമിലൊന്നും ഇല്ലെന്ന്. ജനലിന്റെ അകത്തൂടെ പുറത്തോട്ട് നോക്ക്. വല്ല വന്നായിരുന്നോ? ഇല്ല. അപ്പൊ ഡോർ തുറന്ന് പുറത്തോട്ടോ. ഇതേത് സ്ഥലം ഇത്? നമ്മൾ ഗെയിം തീർന്നാട്ടെ ചേ. ധൈര്യമായിട്ടൊക്കെ വെച്ചാ ചോര ഇവിടെ ഫുള്ള് ചോര. ഇത് കുടുംബ കൂട്ടിലേക്ക് ഇവിടെ വരച്ചു വെച്ചിരുന്നത്.
ഫാനൊക്കെ ചെറുതാ കാറ്റടിക്കുന്നത്. ആദ്യം കാറ്റ് പോലും പിന്നെ എന്റെ തല ഞാൻ അല്ലെങ്കിലും എടാ നിക്കി വെറുതെ ഇരിക്കടാ. എനിക്ക് എന്റെ സിറ്റുവേഷൻ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂപ്പിത്തിരിക്കുകയാണ് ഞാൻ. നിക്കി ഇച്ചേ ഇപ്പൊ പേടിച്ച ആ ക്ലൂ പോകൂടാ. ചേ എല്ലാം ഈ സൈഡൊക്കെ ശ്രദ്ധിച്ച് തന്നെ പോണേ ചേ. എന്തൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ബ്രദർ. എന്റെ ലൈറ്റ് പോയി. നോ ടോർച്ച് എക്യുപ്മെന്റോ? അത് കത്തിച്ചാ മതി. ഇല്ല നോ ടോർച്ച് എക്യുപ്മെന്റ്. അതെന്താ ടോർച്ച് ഫ്രണ്ടിലോട്ട് പോ. മിണ്ടല്ലേ വെളിച്ചമുണ്ടല്ലോ. നിങ്ങളടുത്ത് സൈലന്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഈ ബുക്ക് എടുക്കണോ മനുഷ്യനെടുക്കണോ? നന്ദിനാണോ? എന്ത് മൂച്ചാൻ നന്ദിയൊക്കെ കൈവച്ച മതി. നന്ദാണോ? അഗ്നിഹോത്രം. ഇതിന്റെ അവിടെ പോയി കത്തിക്കണോ ഞാൻ ഈ പാവേനെ? അങ്ങനെയല്ലേ അത് പറഞ്ഞേക്കുന്നത്? അതെ. ഇത് ഇവിടെ ഇത് ഏത് വഴി കൂടി ഞാൻ പോയി പാവേനെ പിടിച്ച്? കൃഷ്ണ ഭഗവാനെ, this is the doll Nanda is trapped in. ഞാൻ എന്റെ അടുത്തിട്ട് എന്താ ചെയ്യണ്ടേ? നേരത്തെ ഫോട്ടോ കണ്ട കൊച്ചില്ലേ, അത് അതിന്റെ അകത്തുണ്ട്. അല്ല ഇത് എനിക്ക് പറഞ്ഞില്ലായിരുന്നു ആ റൂം ഒന്നും മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ച് നോക്കണോന്ന്. ഇനി ആ മുറിയിലാ ഇനി ആ ക്ലൂ ഉള്ളത്. എടാ ഞാൻ പാവയുടെ തിരിച്ചു പോ, റൂമിൽ പോകും. Are you happy? ഒരിക്കൽ ഞാൻ അവസാനിപ്പിച്ചു, വീണ്ടും ചെയ്യുന്നു. എന്താ അവസാനിപ്പിച്ച? വീണ്ടും വരിക. നന്ദി. ടോർച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എന്താണിത്? ടോർച്ച് തറയിൽ വല്ലതും കൂടെ കിടപ്പുണ്ടോന്ന് നോക്കിച്ചാ, കയ്യിന്ന് വല്ലതും പോയാ നോക്കിക്കോ. ടോർച്ച് അഥവാ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തറയിൽ നോക്കിയാ മതി. ഇനി എന്താ ഞാൻ ഇതിനടുത്ത് എവിടെ കൊണ്ടുപോയി? ആ ഫോട്ടോ തന്നെ കണ്ടേ? ഇത് അവിടെ മറ്റേ താഴത്ത് കൊണ്ട് മറ്റേ കുടുംബ പൂച്ചയുടെ അവിടെ കത്തിക്കാനല്ലേ? അത്രല്ലേ ഉണ്ടല്ലോ. അത് ശരി. ഇനി നമ്മളാരും പറ്റില്ല ബാക്കി ചേക്കളി. ആ ശക്തി മറ്റേ പേപ്പർ വായിച്ചിട്ടില്ല കേട്ടോ. എന്തിച്ചത് വഴിയെല്ലാം മനസ്സിലാക്കാൻ ഇനി ലൂപ്പ് ഉണ്ടോ ഇവിടെ? തുടങ്ങുന്നേ ഉള്ളു ചേ, കളിച്ചോ. ഇനി കളി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇത്ര നേരം ഞാൻ എന്തായാലും ഇവിടെ ആട്ട് വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇച്ച ടോർച്ച് കയ്യിലെടുത്തിട്ട് പാവ കയ്യിലെടുത്തോ. നമുക്ക് പോവാൻ വേറെ വഴിയില്ല കേട്ടാ. നിങ്ങളൊന്നും ഉണ്ടായിരുന്നാണ് മൈരി. ഞാൻ അല്ലെങ്കിൽ ഇവിടെ പേടിച്ചിരിക്കണം. അപ്പോഴാണ് പ്രഷർ ആക്കുന്നത്. ഞാനപ്പൊ ഇനി മേലോട്ട് കയറണോടാ ഡൊമിനിക്ക്? അല്ല, ഡോറ് തുറന്നു പൊക്കോ. ഇപ്പൊ ഡോറ് തുറന്നില്ലേ? തുറക്കാൻ പറ്റുന്നില്ല ഡോറ്. അല്ല, അത് തുറക്കാൻ പറ്റുമല്ലോ.
ഇനി ഏണി കയറണ്ടോ താഴത്തെ പോകണ്ട. ഇല്ല തുറക്കാൻ പറ്റുന്നില്ല അത്. ലോക്കാണല്ലേ? ആ. അപ്പൊ പിന്നെ നമുക്ക് ഏണി കയറേണ്ടി വരും ചേ. ആ ഏണി കയറിയിട്ട് തുളയിൽ കൂടെ ചാടും. പാവ എടുത്തോണ്ട് പോണേ. പാവയും കൊണ്ട് കേറാൻ പറ്റൂലല്ലോ ചായ. അതിന് പാവയെ കൊണ്ട് കേറാൻ പറ്റും.